യോഹന്നാൻ കൊല്ലപ്പെട്ടപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന സങ്കടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ സങ്കടത്തെക്കാൾ കൂടുതൽ അവർക്കുണ്ടായിരുന്ന ദേഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. പ്രത്യേകിച്ച് അവരുടെ ഗുരു കൊല്ലപ്പെട്ട സില്ലിയായിട്ടുള്ള റീസണിനെ കുറിച്ച് ഓർത്ത് അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും, ദേഷ്യം വന്നിട്ടുണ്ടാവും. രാജാവിൻ്റെ ബർത്ത്ഡേ ഒക്കെ നടത്തിയ പാർട്ടിയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി എല്ലാവരും മോഹിപ്പിക്കുന്ന രീതിയിൽ ഡാൻസ് ചെയ്തു. മദ്യലഹരിയിലാണ് എല്ലാവരും. ആ മദ്യലഹരിയിൽ രാജാവ് പ്രോമിസ് കൊടുക്കുകയാണ്, എന്തു ചോദിച്ചാലും തരാമെന്ന്. ഒരു കളിപ്പാട്ടം കൊടുക്കുന്ന ലാഘവത്തോടെയാണ് ഇവരുടെ ഗുരുവിൻ്റെ തല വെട്ടിയെടുത്ത് കൊടുത്തത്. നീതി സംരക്ഷിക്കേണ്ട ഭരണകൂടത്തിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ ഇൻജസ്റ്റിസാണത്. എന്തുമാത്രം ദേഷ്യം ഇവർക്കുണ്ടായിട്ടുണ്ടാവണം. ഒരു മോറൽ ഇഷ്യൂ ചൂണ്ടിക്കാട്ടിയാണ് ഇവരുടെ ഗുരുവിനെ ജയിലിലാക്കിയത്. ഇപ്പോൾ നടന്നിരിക്കുന്നതോ ഒരു കൊലപാതകമാണ്, ടോട്ടൽ ഇൻജസ്റ്റിസാണ്. എന്നിട്ട് നമ്മൾ ഈ ഇന്നത്തെ ഗോസ്പലിൻ്റെ അവസാനം വായിക്കുന്നത് ശിഷ്യന്മാർ ഗുരുവിൻ്റെ ശരീരം എടുത്ത് സംസ്കരിച്ചു. എന്നിട്ട് ഈശോയോട് പോയി പറഞ്ഞു. ഈശോ വിവരം അറിയിച്ചു. ഈശോ വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈശോ അവിടെ ഒരു പ്രതിഷേധത്തിന് പോകുന്നില്ല, ഒരു സമരത്തിന് പോകും നമ്മൾ കാണുന്നില്ല. ദ ബെസ്റ്റ് പ്ലേസ് ടു റൺ ഇൻ ടൈംസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഈസ് ജീസസ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ടോ, നമ്മൾ ഏറ്റവും ആദ്യം പോകേണ്ടത് ഈശോയുടെ അടുത്തേക്കാണ്. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് പോകുന്നത് എന്തിനാണെന്നറിയാമോ? സ്ട്രെങ്ത്തിന് വേണ്ടിയാണ്. ടു ഹോണർ ഹിം ഇൻ ടൈംസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഏത് കാലത്താണ്, ഏത് രാജ്യത്താണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടാതിരുന്നിട്ടുള്ളത്? നമ്മുടെ കൺമുന്നിൽ നമ്മളിങ്ങനെ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നഗ്നമായ നീതിയുടെ ലംഘനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? ഈശോയിലേക്കാണ്. അപ്പോൾ ഈശോ എന്തായിരിക്കും പറയണമെന്നറിയാമോ? അവരെന്നെ പീഡിപ്പിച്ചു, നിങ്ങളെയും പീഡിപ്പിക്കും.